all, welcome back to the Hindu Vocab Diary. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ന്യൂ വേർഡ് ഇൻട്രൊഡക്ഷൻ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെയുള്ള ഒരു ന്യൂ വേർഡ് അങ്ങനത്തെ ഒരു പാറ്റേണിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നേക്കുന്നത് കുറച്ച് ലീഗൽ ടേംസ് അല്ലെങ്കിൽ ഫോറിൻ ടേംസ് ആയിട്ടാണ്. ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വിചാരിക്കും എന്താണ് ഈ ലീഗൽ ടേംസ്, ലീഗൽ വൊക്കാബുലറി അല്ലെങ്കിൽ ഫോറിൻ ടേംസ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. വേറൊന്നുമല്ല, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലീഗൽ വൊക്കാബുലറി അല്ലെങ്കിൽ ലീഗൽ ടേംസ്, ഫോറിൻ ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോർട്ട് ഉണ്ടല്ലോ, നമ്മുടെ കോർട്ട് അല്ലെങ്കിൽ കോടതിക്കൊരു സെപ്പറേറ്റ് ലാംഗ്വേജ് ഉണ്ട്. ഓക്കെ, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന പോലത്തെ ലാംഗ്വേജ് അല്ല കോടതിക്കുള്ളിൽ പ്രൊസീഡിങ്സിനൊക്കെ ജഡ്ജസും അവരൊക്കെ യൂസ് ചെയ്യുന്ന വൊക്കാബ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അവർ ഒരുപാട് ഫോറിൻ ടേംസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അത് ലാറ്റിൻ, ഫ്രഞ്ച്, അങ്ങനെ പല ടേംസ് അവർ യൂസ് ചെയ്യും. അപ്പോൾ ലീഗൽ വൊക്കാബുലറി എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ലീഗൽ വൊക്കാബ്സ് അല്ലെങ്കിൽ ഫോറിൻ ടേംസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനത് ദ ഹിന്ദു വൊക്കാബ് ഡയറി എന്നുള്ള ഈ ചാനലിൽ അത് എന്തുകൊണ്ടാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പർ ഒരുപാട് ലീഗൽ വൊക്കാബുലറീസ് അവർ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഇത് വായിക്കുന്ന സമയത്ത് ഞാൻ ഇഗ്നോർ ചെയ്യാറുണ്ട്, വേറെ എന്തോ ആണെന്ന് വിചാരിച്ച് ഞാൻ ഇഗ്നോർ ചെയ്യാറുണ്ട്. പക്ഷെ പിന്നെ ഞാൻ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇത് ലീഗൽ വൊക്കാബ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഏരിയ ആണെന്നും ഹിന്ദു ന്യൂസ് പേപ്പർ ഒരുപാട് ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അങ്ങനെയാണ് നോട്ടീസ് ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയാലും അതിലൊരു ലീഗൽ ടേമിൻ്റെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഒന്ന് ഞാനത് ആഡ് ചെയ്യാം, യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ ഞാനത് നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. നോട്ടീസ് ചെയ്തതിന് ശേഷം ഞാനത് കളക്ട് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ കാണുന്ന ലീഗൽ വൊക്കാബ്സ് ഒക്കെ ഇതിന് കളക്ട് ചെയ്തെടുത്ത് അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്ത ഞാൻ അറൗണ്ട് ഒരു 50-55 വൊക്കാബ്സ് ഞാൻ ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനത് കുറച്ചായിട്ട് നിങ്ങൾക്കിത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാനിത് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ അതിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്ത അല്ലെങ്കിൽ ഞാൻ പിക്ക് ചെയ്ത ഒരു 5 ലീഗൽ വൊക്കാബ്സ് ആണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ അതിനെ വേറെ സംസാരിക്കുന്നില്ല. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വേർഡ്, PLAINTIFF. എന്താണിത്? ഇതിന് ഫൊനറ്റിക്സ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ അത് പ്രൊനൗൺസിയേഷൻ ഞാൻ തന്നെ ഡയറക്റ്റ് അങ്ങ് പറയാം. ഓക്കെ, PLAINTIFF എന്താണ്? പ്ലെയിൻറ്റിഫ്. എന്താണ്? പ്ലെയിൻറ്റിഫ്. ഓക്കെ, സിമ്പിളാണ് പ്രൊനൗൺസിയേഷൻ, പ്ലെയിൻറ്റിഫ്. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കണ്ടുവരുന്ന ഒരു ലീഗൽ വൊക്കാബാണ്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. എന്താണ് പ്ലെയിൻറ്റിഫിൻ്റെ മീനിങ്? ദ പേഴ്സൺ ഹൂ ഫയൽസ് എ സിവിൽ കേസ് ഇൻ കോർട്ട്. നമ്മുടെ കോടതികളിൽ സിവിൽ കേസുകളും ക്രൈം കേസുകളും ഉണ്ടായിരിക്കുമല്ലോ. അതിൽ സിവിൽ കേസ് ഫയൽ ചെയ്യുന്ന വ്യക്തിയെ പറയുന്നതാണ് നമ്മൾ പ്ലെയിൻറ്റിഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കോർട്ട് ലാംഗ്വേജിൽ ഒരു സിവിൽ കേസ് ഫയൽ ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ പ്ലെയിൻറ്റിഫ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഗൽ വൊക്കാബാണ്. ഇത് ഈസിയാണ് പഠിക്കാൻ. അപ്പോൾ എന്താണ്? എ പേഴ്സൺ ഹൂ ഫയൽസ് എ സിവിൽ കേസ് ഇൻ കോർട്ട്. കോടതിയിൽ സിവിൽ കേസ് ഫയൽ ചെയ്യുന്ന ഒരാളെ പറയുന്ന പേരാണ് പ്ലെയിൻറ്റിഫ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ ഈ ലീഗൽ വൊക്കാബ്? ഇനി നമുക്കിനി നെക്സ്റ്റ് വേർഡിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് DEFENDANT. എന്താണ് പ്രൊനൗൺസിയേഷൻ? ഡിഫൻഡൻറ്റ്. എന്താണ്? ഡിഫൻഡൻറ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഡിഫൻഡൻറ്റിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. എന്താണ് ഡിഫൻഡൻറ്റ് എന്ന് പറയുന്നത്? ദ പേഴ്സൺ എഗെയിൻസ്റ്റ് ഹൂം എ കേസ് ഈസ് ഫൈൽഡ്. അതായത് ആർക്കെതിരെയാണോ കേസ് ഫയൽ ചെയ്തത് ആ വ്യക്തിയെ പറയുന്നതാണ് ഡിഫൻഡൻറ്റ്. അപ്പോൾ നേരത്തെ പഠിച്ച പ്ലെയിൻറ്റിഫ് എന്താണ്? ദ പേഴ്സൺ ഹൂ ഫയൽസ് എ സിവിൽ കേസ് ഇൻ എ കോർട്ട്. അതായത് കോടതിയിൽ ഒരു സിവിൽ കേസ് ഫയൽ ചെയ്യുന്ന ആളെ പ്ലെയിൻറ്റിഫ് എന്ന് പറയും. അതേസമയം ഡിഫൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ എഗെയിൻസ്റ്റ് ഹൂം എ കേസ് ഈസ് ഫയൽഡ്. ആർക്കെതിരെയാണോ കേസ് ഫയൽ ചെയ്തത് ആ വ്യക്തിയെയാണ് നമ്മൾ ഡിഫൻഡൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നമുക്ക് സിമിലർ ആയിട്ടുള്ള വേറൊരു ലീഗൽ വൊക്കാബ് കൂടെ നോക്കാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വേർഡ്, DEFENDANT.
DECREE എന്തായിരിക്കും പ്രൊനൗൺസിയേഷൻ? DECREE ഡിക്രീ. എന്താണ്? ഡിക്രീ. ഓക്കെ, ഇനി ഈ ലീഗൽ വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഡിക്രീ എന്താണ്? ദ ഫൈനൽ ജഡ്ജ്മെൻറ്റ് ഇൻ എ സിവിൽ കേസ്. ഒരു സിവിൽ കേസിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻറ്റിനെയാണ് നമ്മൾ ഡിക്രീ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച പ്ലെയിൻറ്റിഫ് എന്തായിരുന്നു? ദ പേഴ്സൺ ഹു ഫയൽസ് എ സിവിൽ കേസ് ഇൻ കോർട്ട്. കോടതിയിൽ ഒരു സിവിൽ കേസ് ഫയൽ ചെയ്യുന്ന ആളെയാണ് നമ്മൾ പ്ലെയിൻറ്റിഫ് എന്ന് പറയുന്നത്. നമ്മൾ കണക്ഷൻ വെച്ച് പഠിച്ചാൽ മതി. ഇപ്പോൾ ആ സിവിൽ കേസിൻ്റെ ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റിനെ എന്താണ് പറയുന്നത്? ഡിക്രീ. ദ ഫൈനൽ ജഡ്ജ്മെൻറ്റ് ഇൻ എ സിവിൽ കേസ്, അതിനെയാണ് നമ്മൾ ഡിക്രീ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് വേർഡ് നോക്കാം. നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ALIBI. എന്തായിരിക്കും? ALIBI. ഇത് പ്രൊനൗൺസിയേഷൻ തെറ്റാൻ ചാൻസ് ഉള്ളൊരു വേർഡാണ്. ALIBI എന്ന് പറഞ്ഞാൽ അലബായ്. എന്താണ്? അലബായ്. ആലിബി എന്നല്ല, അലബായ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലീഗൽ ടേമാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടൊരു ടേമാണ് അലബായ്. ഓക്കെ, അപ്പോൾ ഇനി അലബായ് എന്താണെന്ന് നമുക്ക് നോക്കാം. അലബായ് എന്ന് വെച്ചാൽ എന്താ? എവിഡൻസ് ദാറ്റ് ദ അക്യൂസ്ഡ് വാസ് എൽസ്വെയർ വെൻ ദ ക്രൈം ഒക്കേർഡ്. അതായത് ഒരു ക്രൈം നടക്കുന്ന സമയത്ത് അക്യൂസ്ഡ് ആയിട്ടുള്ള വ്യക്തി വേറെ എവിടെയോ ആയിരുന്നു എന്നുള്ളതിൻ്റെ എവിഡൻസിനെയാണ് അലബായ് എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞു തരാം. നമ്മുടെ ദൃശ്യം മൂവിയിൽ ലാലേട്ടൻ ഒരു അലബായ് ആണ്. അതായത് ക്രൈം നടന്ന സമയത്ത് പുള്ളി ഓഗസ്റ്റ് മാസം 2-ാം തീയതി വേറെ എവിടെയോ ആയിരുന്നു, ധ്യാനത്തിന് പോയിരുന്നു എന്ന് പറയില്ലേ, അതാണ് അലബായ് എന്ന് പറയുന്നത്. അതായത് എവിഡൻസ് ദാറ്റ് ദ അക്യൂസ്ഡ് വാസ് എൽസ്വെയർ. ഇവിടെ എൽസ്വെയർ ഞാൻ അണ്ടർലൈൻ ചെയ്തേക്കുന്നത്, എൽസ്വെയർ എവിടെ കണ്ടാലും നിങ്ങൾ അലബായ് ആണെന്ന് വിചാരിക്കുക. എൽസ്വെയർ വെൻ ദ ക്രൈം ഒക്കേർഡ്. അതായത് ക്രൈം നടന്ന സമയത്ത് അക്യൂസ്ഡ് ആയിട്ടുള്ള വ്യക്തി വേറെ എവിടെയോ ആയിരുന്നു എന്നുള്ളതാണ് അലബായ് എന്ന് പറയുന്നത്. എക്സാമ്പിളും കൂടെ വന്നപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ്, എത്ര വേർഡ്സ് ആണ് പഠിച്ചത്? പ്ലെയിൻറ്റിഫ്, ഡിഫൻഡന്റ്, ഡിക്രീ, അലബായ്. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു വേർഡ് കൂടെ ഉണ്ട്, അതെന്താന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലാസ്റ്റ് വേർഡ് PERGURY. എന്താണ്? പെർജറി. എന്ന് വെച്ചാൽ എന്താ മീനിങ് എന്ന് വെച്ചാൽ ഗീവിങ് ഫാൾസ് എവിഡൻസ് അണ്ടർ ഓത്ത്. അതായത് നമ്മൾ ഈ വ്യാജ സാക്ഷ്യം നൽകൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതായത് നമ്മൾ കോടതിയിൽ എന്താണ്, കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഫാൾസ് എവിഡൻസ് അല്ലെങ്കിൽ ഒരു വ്യാജ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ പെർജറി എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പോൾ ഇന്ന് ഇത്രയും വേർഡ്സ് ആണ് പഠിച്ചത്. നിങ്ങളിത് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. പ്ലെയിൻറ്റിഫ്, ഡിഫൻഡന്റ്, ഡിക്രീ, അലബായ്, പെർജറി. ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിച്ച വേർഡ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇനി ലാസ്റ്റ് ഞാൻ ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഇതുപോലെ വന്നൊരു ലീഗൽ ടേം ഉണ്ട്, അത് ഹെഡ്ലൈനിലാണ് വന്നിട്ടുള്ളത്. അതുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം, സോ ദാറ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇത് ക്ലിയർ ആവും. എന്തുകൊണ്ടാണ് ഞാൻ ഈ ചാനലിൽ ഇത് കൊണ്ടുവന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അതുകൂടെ കാണുമ്പോൾ മനസ്സിലാകും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഇതാണ് അപ്പോൾ ഹെഡ്ലൈൻ എന്ന് പറയുന്നത്. Supreme Court had agreed that right to associate is no carte blanche for foreign funds. ഇവിടെ ആ കാറ്റ് ബ്ലാഞ്ച് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ഫോറിൻ ടേം എന്ന് പറയുന്നത്. കാറ്റ് ബ്ലാഞ്ച് എന്ന് പറഞ്ഞാൽ ഹാവിങ് കംപ്ലീറ്റ് ഫ്രീഡം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും വേർഡ്സ് ആണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നത്. എനിക്ക് നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ നോർമൽ വേർഡ്സ് ഞാൻ ഈ ഡെയിലി ഇടുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ നോർമൽ വേർഡ്സ് അതിൻ്റെ ഒപ്പം ഇങ്ങനത്തെ ലീഗൽ ടേംസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് കോമെൻറ്റ് ബിലോ. നിങ്ങൾ കമൻറ്റിൽ പറയുക എന്താണ് ഞാൻ ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന്, അല്ലെങ്കിൽ ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അറിയാനോ അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് പറയുക. എന്നാൽ മാത്രമേ എനിക്ക് അതനുസരിച്ച് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഈ ലീഗൽ ടേം തന്നെ എനിക്ക് പെട്ടെന്ന് ഈ ഡെയിലി എന്നും ഇങ്ങനെ പുതിയ പുതിയ വേർഡ്സ് വെച്ച് അങ്ങനെ തന്നെ പോകുന്നൊരു ബോറിംഗ് ആവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ലീഗൽ ടേംസ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കോമെൻറ്റ്, എന്നാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.